നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അധികാരത്തിൻ്റെ അവസാന ലക്ഷ്യം അധികാരം നിലനിർത്തുക തന്നെ. അതിനുവേണ്ടി എന്ത് വൃത്തികേടും ചെയ്യും. കാലക്രമേണ ഏതൊരു വൃത്തികേടും ന്യായീകരിക്കപ്പെടും. അധികാരത്തിൻ്റെ ചരിത്രം അതാണ്. ചൊവ്വാഴ്ച രാവിലെ തന്നെ കെ സുധാകരൻ ഡൽഹിയിലെത്തിയിരുന്നു. എംപിമാരുടെ ഫ്ളാറ്റായ ഗോദാവരിയിലെ 301 നമ്പർ ഫ്ളാറ്റിൽ ചൊവ്വാഴ്ച രാവിലെ തന്നെ കെ സുധാകരനും അടൂർ പ്രകാശിനും സീറ്റില്ല എന്ന വിവരം ഹൈക്കമാൻഡ് പ്രതിനിധികൾ കെ സുധാകരനെ അറിയിച്ചിരുന്നു. ഇതോടെ ചൊവ്വാഴ്ച രാവിലെ മാധ്യമങ്ങളെ കാണും എന്ന നിലപാടിലായി കെ സുധാകരൻ. ഉടൻ തന്നെ രമേശ് ചെന്നിത്തലയും MK രാഘവനും അവിടെ എത്തി. പട്ടിക പുറത്തുവരുന്നതിന് മുൻപ് മാധ്യമങ്ങളെ കാണരുത് എന്നായി അവരുടെ അഭ്യർത്ഥന. ഒടുവിൽ കെ സുധാകരൻ അത് സമ്മതിച്ചു. തനിക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പലതും തുറന്നു പറയുമെന്ന് തുടർന്ന് സുധാകരൻ വ്യക്തമാക്കി. ഒടുവിൽ ചൊവ്വാഴ്ച രാത്രി വൈകി തന്നെ സന്ദർശിച്ച AP അനിൽകുമാറിനോടും ഷാഫി പറമ്പിലിനോടും കെ സുധാകരൻ പറഞ്ഞു, ഇനി കാത്തിരിക്കാൻ വയ്യ, താൻ മാധ്യമങ്ങളെ കാണും. ഈ വിവരം ഇരുവരും KC വേണുഗോപാലിനെ ഉടൻ തന്നെ അറിയിച്ചു. തുടർന്ന് KC വേണുഗോപാൽ സുധാകരനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. തനിക്ക് സീറ്റ് നൽകുകയല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല എന്ന് സുധാകരൻ KCയോട് തുറന്നടിച്ചു. ഒടുവിൽ ബുധനാഴ്ച മാധ്യമങ്ങളെ കാണുമെന്ന നിലപാടിലെത്തി കെ സുധാകരൻ. ഒടുവിൽ ഇന്നലെ വൈകിട്ട് 2 സീറ്റുകളുടെയും കാര്യം പുനരാലോചന നടത്തുമെന്ന് ഹൈക്കമാൻഡ് സുധാകരനെ അറിയിക്കുന്നു. അങ്ങനെയാണ് ഒരു ദിനം കൂടി കോൺഗ്രസ് പിടിച്ചു നിന്നത്. എന്നാൽ എല്ലാം ഇപ്പോൾ കൈവിട്ടിരിക്കുന്നു. സുധാകരനും പ്രകാശിനും സീറ്റില്ല എന്ന നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് സുധാകരൻ ചില വെളിപ്പെടുത്തലുകൾക്കുള്ള തയ്യാറെടുപ്പിലാണ്. കെ സുധാകരനെ ചർച്ചകൾക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു വരുത്തുമ്പോൾ സീറ്റ് ഉറപ്പ് നൽകാനായിരിക്കുമെന്നാണ് സുധാകരൻ കരുതിയത്. എന്നാൽ ഡൽഹിയിലെത്തിയ പാടെ നേതാക്കളുടെ മനസ്സ് വായിച്ചെടുത്ത സുധാകരൻ കടുത്ത അതൃപ്തിയിലേക്ക് നീങ്ങി. തനിക്ക് നിലയും വിലയുമൊന്നും ആരും തരുന്നില്ല എന്ന് അടുത്ത സുഹൃത്തുക്കളോട് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു. തുടർന്ന് സുധാകരൻ ഡൽഹിയിലെ ഗോദാവരി ഫ്ളാറ്റിൽ ഇപ്പോൾ നെഞ്ചുവേദനയെ തുടർന്ന് കെ സുധാകരൻ തളർന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളൊപ്പമുണ്ട്. മറ്റുള്ളവർ ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. KPCC അധ്യക്ഷനായിരുന്ന കെ സുധാകരനെ കാത്ത് അന്ന് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ KPCC ഓഫീസിന് മുന്നിൽ കാത്തിരുന്നിരുന്നു. എന്നാൽ കാലം മാറി. കെ സുധാകരൻ ഇനി തഴയപ്പെടേണ്ടവൻ എന്ന് മുദ്രകുത്തി KC വേണുഗോപാൽ. KPCC അധ്യക്ഷനായിരുന്ന കെ സുധാകരൻ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനുമായി കൊമ്പ് കോർത്തു. അന്നേ VD സതീശൻ ഉറപ്പിച്ചിരുന്നു കാലക്രമേണ കെ സുധാകരൻ അപ്രസക്തനാകുമെന്ന്. എന്നാൽ എന്തെങ്കിലും ഒരിക്കൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്ന മോഹം ഉള്ളിൽ കൊണ്ടു നടന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു കെ സുധാകരൻ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തട്ടകം കണ്ണൂർ രാഷ്ട്രീയത്തിൽ CPMനെ നേർക്കുനേർ വെല്ലുവിളിച്ചാണ് കെ സുധാകരൻ്റെ വളർച്ച. 1ഉം 2ഉമല്ല 6 വട്ടമാണ് CPM ഗുണ്ടകൾ കെ സുധാകരനെ കൊല്ലാനായി വളഞ്ഞത്. ഓരോ തവണയും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. KPCC അധ്യക്ഷനായിരുന്ന കെ സുധാകരന് ആ കസേരയൊഴിയാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ VD സതീശൻ ശഠിച്ചു. ഒപ്പം ഹൈക്കമാൻഡ് കെ സുധാകരനെ പുറത്താക്കാൻ പ്രത്യേക അജണ്ട തയ്യാറാക്കി. അതിൻ്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ കെ സുധാകരനെ മത്സരിപ്പിച്ചത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തനിക്ക് പാർലമെൻറ്റിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് കെ സുധാകരൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് പറഞ്ഞു. കണ്ണൂർ സീറ്റ് പിടിക്കണമെങ്കിൽ കെ സുധാകരൻ തന്നെ കളത്തിലിറങ്ങണമെന്നായി രാഹുൽ ഗാന്ധി. അപ്പോൾ കെ സുധാകരൻ ഒരു ഫോർമുല മുന്നോട്ട് വച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തനിക്ക് നിയമസഭയിൽ മത്സരിക്കണം. അതിനുള്ള സമ്മതം അന്നേ നൽകിയിരുന്നു രാഹുൽ ഗാന്ധി. ഇതായിരുന്നു കെ സുധാകരനും ഹൈക്കമാൻഡും തമ്മിലുള്ള വ്യവസ്ഥ. എന്നാൽ ഇപ്പോൾ അടപടലം കെ സുധാകരനെ പാർട്ടി തേച്ച് ഭിത്തിയിലൊട്ടിച്ചിരിക്കുന്നു. കോൺഗ്രസ് എന്ന പാർട്ടിയെ സ്നേഹിക്കുന്നവർ ഒരുപക്ഷെ സുധാകരൻ്റെ ഈ വാശിക്ക് മുന്നിൽ വേദനിക്കുന്നുണ്ടാവാം. എന്നാൽ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ നേട്ടം കൊയ്തത് മറ്റൊരു തലത്തിലാണ്. കെ സുധാകരൻ ഉൾപ്പെടെയുള്ള MPമാർ മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡ് തിട്ടൂരം. ആ തിട്ടൂരത്തിന് പിന്നിൽ കളിച്ചത് VD സതീശനാണ്. എന്നാൽ കളികൾക്ക് പിന്നിലെ കളി മനസ്സിലാക്കാതെ KC വേണുഗോപാൽ കെ സുധാകരന് സീറ്റ് നിഷേധിക്കാൻ ശക്തമായ ചരടുവലികൾ നടത്തി. ഫലമോ ഇനി KC വേണുഗോപാലിനും നിയമസഭയിൽ ഇടമില്ല. ചുരുക്കത്തിൽ അടുത്ത മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന KC വേണുഗോപാലിനെയും ഇപ്പോൾ സമർത്ഥമായി VD സതീശൻ വെട്ടിയിരിക്കുന്നു. രാഷ്ട്രീയമായി ഇത് VD സതീശനൊരു വലിയ നേട്ടമാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ തലത്തിൽ സുധാകരനെ വെട്ടിയത് പ്രതിഫലിക്കുമെന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ വേരോട്ടമുള്ള കെ സുധാകരൻ അത്ര നിസ്സാരക്കാരനല്ല.
കണ്ണൂരിൽ കോൺഗ്രസ് വിജയിച്ചു വരാവുന്ന ചുരുക്കം ചില സീറ്റുകൾ പോലും ഇപ്പോൾ അപകടത്തിന് മുന്നിലാണ്, പ്രത്യേകിച്ച് പേരാവൂർ സീറ്റ്. കണ്ണൂരിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പല പോക്കറ്റുകളിലും KSന് അനുകൂലികളുണ്ട്. അവർ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ ശക്തമായ ചില തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു. ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ തൻ്റെ ഹൃദയവികാരം കേരളത്തിന് മുന്നിൽ കെ സുധാകരൻ തുറന്നിടും. എന്നാൽ അതിനു മുൻപ് ഒരു സ്വതന്ത്രനായി കെ സുധാകരൻ മത്സരിക്കണമെന്ന ആവശ്യമാണ് പാർട്ടിയിൽ കെ സുധാകരൻ്റെ അനുകൂലികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് കോൺഗ്രസിനെ അടിമുടി വിറപ്പിക്കുന്നു. സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് തന്നെ തഴഞ്ഞതിൽ പൂർണ്ണമായ അതൃപ്തിയിലാണ് ഇപ്പോൾ കെ സുധാകരൻ. KICCയുടെ തീരുമാനം വഞ്ചനയും അപമാനിക്കലുമാണ് എന്ന് സുധാകരൻ തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിന്ന് സുധാകരൻ ഉടൻ രാജിവെക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. തൻ്റെ അനുയായികളോട് പ്രകോപിതരാവരുത് എന്ന് സുധാകരൻ പറയുന്നു. ഇപ്പോഴിതാ BJPയുടെ കേന്ദ്ര നേതൃത്വം സുധാകരൻ്റെ അടുത്ത ബന്ധുക്കളുമായി ആശയവിനിമയം തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിൻ്റെ BJPയിലെത്തിയാൽ സുധാകരന് ഏറ്റവും മുതിർന്ന സ്ഥാനം നൽകുമെന്ന സൂചനയാണ് BJP സുധാകരന് നൽകിയിരിക്കുന്ന ഓഫർ. സുധാകരനെ തങ്ങളുടെ പാളയത്തിലെത്തിച്ചാൽ ശശി തരൂരിനെ പോലെയുള്ള വമ്പൻ നേതാക്കളെ BJP പ്രതീക്ഷിക്കുന്നു. മറുവശത്ത് കോൺഗ്രസിൽ അസംതൃപ്തരുടെ ഒരു കൂട്ടമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ കേരളം കാണുന്നത്. ഏറ്റുമാനൂർ ഉറപ്പിച്ചിരുന്ന ജോസഫ് വാഴയ്ക്കന് അവസാന നിമിഷം ഇപ്പോൾ സീറ്റില്ല. പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി മോഹവുമായി ഇറങ്ങിയവരെ വെട്ടിനിരത്തിയുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. പാറശാലയിൽ AT ജോർജ് സ്വതന്ത്രനായി മത്സരിക്കും. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസ് കടുത്ത നിരാശയിലാണ്. MPമാർ മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ സുധാകരൻ്റെ പേര് വെട്ടിയിരിക്കുന്നത്. സുധാകരനെ ഒതുക്കാൻ തുടക്കം മുതൽ കോൺഗ്രസ് നേതൃത്വം കോന്നിയിൽ അടൂർ പ്രകാശിൻ്റെ പേരും ഉയർത്തിക്കാട്ടിയിരുന്നു. അതിശക്തമായ സമ്മർദ്ദമാണ് അടൂർ പ്രകാശ് കോന്നി സീറ്റിന് വേണ്ടി ഉയർത്തിയത്. എന്നാൽ അതിൽ ന്യായീകരണമൊന്നുമില്ല. ഒരു വശത്ത് അടൂർ പ്രകാശ് അതിശക്തമായ സമ്മർദ്ദം ചെലുത്തി, മറുവശത്ത് ശിവഗിരി മഠത്തെ കൊണ്ട് അടൂർ പ്രകാശ് കോൺഗ്രസ് പാർട്ടി നേതാക്കളെ നിരന്തരം വിളിപ്പിച്ചു. കോന്നി സീറ്റിൽ മത്സരിക്കുകയും തുടർന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ഈഴവ നേതാവ് കടന്നു വരികയും ചെയ്യട്ടെ എന്നായിരുന്നു ശിവഗിരി മഠത്തിൻ്റെ നിലപാട്. മുൻപൊന്നും കേരള രാഷ്ട്രീയത്തിൽ ശിവഗിരി മഠം ഏർപ്പെടുക ഒരു പതിവുള്ള സംഭവമല്ല. അടൂർ പ്രകാശ് അതിസമർത്ഥമായി കരുക്കൾ നീക്കി. എന്നാൽ പ്രകാശിന്റെ ആർത്തി വിലപ്പോയില്ല. മറുവശത്ത് കെ സുധാകരന് കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കൃത്യമായ വാക്ക് നൽകിയിരുന്നു. ഇന്നലെ പുലർച്ചെ വരെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് MPമാർ മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിൽ ഹൈക്കമാൻഡ് എത്തിച്ചേരുന്നത്. ഇതിനു പിന്നിൽ KC വേണുഗോപാലിന്റെ ചരടുവലികൾ കൂടി ഉണ്ടായിരുന്നു. ഇതോടെ കണ്ണൂരിൽ മുൻ മേയർ TO മോഹനൻ സ്ഥാനാർത്ഥിയാകും എന്ന വാർത്തകളാണ് പിന്നീട് പുറത്തു വന്നത്. കോന്നി സീറ്റ് ആവശ്യപ്പെട്ട അടൂർ പ്രകാശിനും സീറ്റ് നിഷേധിക്കപ്പെട്ടു. കോന്നിയിൽ സതീഷ് കൊച്ചുപറമ്പിൽ സ്ഥാനാർത്ഥിയാകും. CPMനോടൊന്നും നേർക്കുനേർ നെഞ്ചുവിരിച്ചു നിന്ന കെ സുധാകരൻ ഇപ്പോൾ പാർട്ടിക്കെതിരെ റിബലായി മാറുമോ എന്ന സംശയമാണ് കേരളത്തിൽ ശക്തമാകുന്നത്. സ്ഥാനാർത്ഥി നിർണയം ദിവസങ്ങളോളം നീണ്ടുപോയത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ക്ഷീണമായി. ഇലക്ഷൻ പ്രഖ്യാപനമുണ്ടായാൽ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ അവകാശപ്പെട്ടത്. എന്നാൽ ദിവസങ്ങളോളം ചർച്ചകൾ നീണ്ടുപോയി. ദില്ലിയിൽ നടന്ന ചർച്ചകളുടെ നാടകം കണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ പൊട്ടിത്തെറിക്കുന്ന ഘട്ടത്തിലെത്തി. ഇന്ന് വെളുപ്പംകാലത്ത് 3 വട്ടം MLA ആയ കെ സുധാകരൻ ഒരിക്കൽ വനം വകുപ്പ് മന്ത്രി കൂടിയായി. പിന്നീട് KPCC അധ്യക്ഷൻ, 3 വട്ടം കണ്ണൂരിൻ്റെ MP. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആശ തീരുന്നില്ല. ഇക്കുറി UDF ഭരണം പിടിച്ചാൽ വെറുതെ ഒരു MP ആയിരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് അദ്ദേഹം ശഠിച്ചു. എന്നാൽ കെ സുധാകരൻ നിയമസഭയിലെത്തിയാൽ തന്നെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു ഉശിരൻ നേതാവാകുമെന്ന് VD സതീശനും അറിയാം. അത് മന്ത്രിസഭയിലടക്കം വലിയ തലവേദനകൾ സൃഷ്ടിക്കും. തുടക്കം മുതൽ VD സതീശൻ സമർത്ഥമായി കരുക്കൾ നീക്കി. എന്നാൽ തന്മയത്വത്തോടെ ഇക്കുറി സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ അനുകൂലിക്കുന്ന പരമാവധി പേരെ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമമാണ് രമേശ് ചെന്നിത്തല നടത്തിയത്. തൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനും സുഹൃത്തുമായ ജോസഫ് വാഴയ്ക്കനോട് രമേശ് ചെന്നിത്തല നീതി കാട്ടിയില്ല എന്ന പൊതുവികാരമാണിപ്പോൾ പഴയ ഗ്രൂപ്പിൽ ഉയരുന്നത്. കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇത്രയധികം വൈകിയത് കണ്ണൂരിൽ മത്സരിക്കണമെന്ന കെ സുധാകരന്റെ കടുംപിടുത്തമായിരുന്നു. എന്നാൽ ആ കടുംപിടുത്തത്തിന് മുന്നിൽ ഹൈക്കമാൻഡ് വഴങ്ങിയില്ല. തുടക്കം മുതൽ MPമാർ മത്സരിക്കുന്നതിനോട് കടുത്ത വിയോജിപ്പാണ് കേരള നേതൃത്വം പ്രകടിപ്പിച്ചത്.
ഇക്കാര്യത്തിൽ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും കട്ടയ്ക്ക് നിന്നു. മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് താൻ ഒരു കാരണവശാലും പിന്നോട്ടു പോകില്ല എന്നാണ് ഇപ്പോഴും കെ. സുധാകരൻ പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുമ്പോഴും വലിയ പൊട്ടിത്തെറികളാണ് കേരളത്തിന് മുന്നിൽ. കെ. സുധാകരനെ പോലൊരു നേതാവിനോട് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് നീതി കാട്ടിയില്ല എന്ന പൊതുവികാരം സുധാകരൻ അനുകൂലികളെ കോപാകുലരാക്കുന്നു. അവർ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്ന റിപ്പോർട്ടുകൾ. മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിൽ ചേർന്ന അവസാന യോഗത്തിൽ ഇപ്പോൾ കടുത്ത തീരുമാനത്തിലെത്തിയത്. എംപിമാർ ആരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ വ്യക്തമാക്കി. കൊച്ചിയിലാണ് മറ്റൊരു ട്വിസ്റ്റ്. മുഹമ്മദ് ഷിയാസ് മത്സരിക്കും. മുഹമ്മദ് ഷിയാസിന് വേണ്ടി ചരടുവലി നടത്തിയത് വി.ഡി. സതീശൻ. കെ.സി. വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥി ദീപ്തി മേരി വർഗീസിനെ വെട്ടിയാണ് ഇപ്പോൾ മുഹമ്മദ് ഷിയാസിന് നറുക്കു വീണിരിക്കുന്നത്. പല സീറ്റുകളുടെ കാര്യത്തിലും വി.ഡി. സതീശൻ വിജയം കൈവരിക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. ടിക്കറ്റ് കിട്ടാത്തവരുടെ വിഷമം മാറ്റുമെന്നാണ് ഇപ്പോൾ വി.ഡി. സതീശൻ പറയുന്നത്. തർക്ക സീറ്റുകളുടെ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടു എന്ന് കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫും പറഞ്ഞു. കോൺഗ്രസിന്റെ ആദ്യ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ കെ. സുധാകരനെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിൽ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. ഇപ്പോഴിതാ രണ്ടാം ഘട്ട ലിസ്റ്റ് പുറത്തു വരുമ്പോൾ അതിലും കെ. സുധാകരന്റെ പേരില്ല. കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ പേരാവൂരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. നേരത്തെ കെ.എസ്. ബ്രിഗേഡിന്റെ പേരിലായിരുന്നു താക്കീത്. നന്ദിയില്ലെങ്കിലും നന്ദികേടാവരുത് സണ്ണി, തിരിച്ചടി നേരിടേണ്ടി വരും. കെ. ശൈലജ എതിരാളിയായ പേരാവൂരിൽ ഇപ്പോൾ സണ്ണി ജോസഫിന് കടുത്ത പരീക്ഷണമാണ് നേരിടേണ്ടി വരുന്നത്. കെ. സുധാകരൻ അനുകൂലികൾ സണ്ണി ജോസഫിനെ തേച്ചൊട്ടിക്കുമെന്നും വ്യക്തം. പല സ്ഥലങ്ങളിലും വിമതശല്യം നേരിടുകയാണ് മറുവശത്ത് കോൺഗ്രസ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക നിർണയം ഇത്രയേറെ ദുർഘടാവസ്ഥയിൽ എത്തിച്ചതിന് പിന്നിൽ ചില നേതാക്കളുടെ കടുംപിടുത്തം. അതാണ് അണികളെയും പ്രവർത്തകരെയും ഒക്കെ ഇത്രയധികം വേദനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.